പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ? കാട്ടിൽ ഒരു അമ്മ തത്തയും അച്ഛൻ തത്തയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കുഞ്ഞി തത്തയും ജനിച്ചു. മാതാപിതാക്കൾ നിത്യവും അവന് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കും. നാളുകൾ കുറേ കഴിഞ്ഞു. കുഞ്ഞി തത്തയ്ക്ക് പറക്കമുറ്റി. അവൻ തീറ്റ തേടി പോകാൻ തുടങ്ങി. ഒരു ദിവസം അവൻ കടൽക്കരയിലിരുന്നപ്പോൾ അവനൊരാഗ്രഹം തോന്നി. കടലിന്റെ അക്കരെയുള്ള ദ്വീപിലൊന്ന് പോയി നോക്കാം. എന്തായിരിക്കും അവിടുത്തെ കാഴ്ചകൾ? അവൻ അത്ഭുതമായി. അവൻ പറന്ന് കടലിന്റെ നടുക്കുള്ള ദ്വീപിലെത്തി. ദ്വീപിൽ കണ്ടത് അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. ഒരു മാവിൽ നിറയെ മാങ്ങകൾ. അവനേറെ ഇഷ്ടമുള്ള പഴമാണ് മാമ്പഴം. അവൻ ധാരാളം മാങ്ങകൾ കഴിച്ചു. അവൻ വയറു നിറയോളം മാങ്ങകൾ കഴിച്ച് ഒരു മാങ്ങയും കുത്തിക്കൊണ്ട് അവൻ കടൽ കടന്ന് അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് തിരിച്ചെത്തി. അച്ഛൻ കിളി ചോദിച്ചു, ഈ മാങ്ങ നിനക്ക് എവിടെന്നാണ്? ഇത് മാമ്പഴക്കാലമല്ല. കടലിന്റെ നടുക്കുള്ള ദ്വീപിൽ നിന്ന് മാത്രമേ നിനക്ക് മാങ്ങ കിട്ടുകയുള്ളൂ. ഇത് അവിടെ നിന്നാണോ? അവൻ സത്യം പറഞ്ഞു. അതെ, അവിടെ നിന്നാണ്. അച്ഛൻ തത്ത അവനെ വിലക്കി. മാങ്ങകൾ കഴിച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ നിന്റെ ചിറകുകൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇനി മേലിൽ നീ ദ്വീപിലേക്ക് പോകരുത്. പക്ഷേ അച്ഛന്റെ വാക്കുകൾ കുഞ്ഞിത്തത്ത കേട്ടില്ല. തൊട്ടടുത്ത് കാടുണ്ടായിട്ടും അവൻ പതിവായി ദ്വീപിലേക്ക് തന്നെ പറന്നു. ഒരു ദിവസം അവൻ ദ്വീപിലെത്തി. ധാരാളം മാമ്പഴം കൊത്തിത്തിന്നു. ഒരു മാമ്പഴം ചുണ്ടിലൊതുക്കി അവൻ തിരികെ പറന്നു. മാമ്പഴച്ചാറിന്റെ ലഹരിയിൽ അവന് മയക്കം വന്നു. അവന്റെ ചിറകുകൾ കുഴഞ്ഞു. അവൻ അതാ കടലിലേക്ക് വീണു. അച്ഛന്റെ ഉപദേശം കേട്ടിരുന്നുവെങ്കിൽ അവന് ഈ ഗതി വരുമായിരുന്നോ? കൂട്ടുകാരെ, അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കഥ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം.